ആമേൻ ആമേൻ. യേശുവിൻ്റെ ഏറ്റവും പ്രിയമുള്ളവനെ, സങ്കീർത്തനം 13:4, ഞാൻ പരിഭ്രമിക്കുന്നത് കണ്ട് എൻ്റെ ശത്രു ആനന്ദിക്കാൻ ഇടവരുത്തരുത്. ഞാൻ പരിഭ്രമിക്കുന്നത് എൻ്റെ കണ്ണിലും എൻ്റെ ചങ്കിലും എൻ്റെ മുഖത്തും ഈ വെണ്ണ വടിച്ചെടുക്കാൻ പറ്റുന്നത് പോലെ പരിഭ്രമമാണ്, ആങ്സൈറ്റി, ഉത്കണ്ഠ. ഷേക്സ്പിയറിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ആങ്സൈറ്റി ഹാസ് മെയ്ഡ് ഇറ്റ്സ് മാസ്റ്റർ പീസ് എന്ന് പോലും പറയാം. ഭരിക്കുന്നത് ഭീതിയ, ആദിയ, ചങ്ക് കിടന്ന് പിടയ്ക്കുക. എൻ്റെ മുഖം ഇങ്ങനെ വിഭ്രമം കൊണ്ട്, ഭ്രമം കൊണ്ടും പരിഭ്രമം കൊണ്ടും കിടന്ന് പിടയ്ക്കുകയാണ്, ഞരമ്പുകൾ വലിഞ്ഞു മുറുകുകയാണ്. സങ്കീർത്തകൻ പറയാ, കർത്താവേ, ഞാൻ പരിഭ്രമിച്ച് പൊടിഞ്ഞമരുന്നത് കണ്ട്, എൻ്റെ പേടിയും എൻ്റെ ആധിയും കണ്ട് എൻ്റെ ശത്രു സന്തോഷിക്കാൻ ഇടവരുത്തരുത്. എന്ന് വെച്ചാൽ എൻ്റെ ആധികളെയും എൻ്റെ വ്യാധികളെയും നിന്റെ കരുണയ്ക്ക് താഴെ നിർത്തി എന്നെ ശീലിപ്പിക്കണം. നിന്റെ പരിപാലനയുടെ താഴെയാണ് എൻ്റെ ആധിക്കും എൻ്റെ വ്യാധിക്കും എൻ്റെ എല്ലാ ഉത്കണ്ഠകൾക്കും സ്ഥാനം. ഏണിപ്പടിയിലൂടെ കയറി ഉയർന്ന് എൻ്റെ ആത്മാവിനെ കെട്ടി വീഴ്ത്തുവാൻ എൻ്റെ പരിഭ്രമത്തിന്, എൻ്റെ ആധിക്ക്, എൻ്റെ ഉത്കണ്ഠയ്ക്ക് കഴിയാത്ത വിധം ദൈവമേ, നീ അതിനൊക്കെ ഒരുപാട് മുകളിലാണ്. എന്നെ മാനുഷികമായി നീറിപ്പിടിക്കുന്ന, കെട്ടിവരിയുന്ന ആധികൾക്ക് വശംവദനാകാൻ ഇടവരുത്തരുത്. ഇതൊരു വലിയ പ്രതീക്ഷയാണ്. എൻ്റെ ഉത്കണ്ഠകൾക്കപ്പുറം എന്നെക്കുറിച്ച് ഉത്കണ്ഠയുള്ള ഒരു ദൈവമുണ്ട്. എൻ്റെ ആധികൾക്കപ്പുറം എന്നെക്കുറിച്ച് ആധി പിടിക്കുന്ന ഒരു ദൈവമുണ്ട്. ആ കർത്താവിനെ കണ്ട് ഉത്കണ്ഠകളെ കഴുത്തിന് പിടിച്ച് പുറത്തിറക്കാൻ നമുക്കൊരു വരം കിട്ടട്ടെ. ആധിയാലും വ്യാധിയാലും ടെൻഷനാലും തകർന്ന് തരിപ്പണമാകാതെ നമ്മെക്കുറിച്ച് ഉത്കണ്ഠാകുലനായ ഒരു അപ്പനെ കണ്ട് ആനന്ദിക്കാൻ കർത്താവ് ഇടവരുത്തട്ടെ. വലിയ സന്തോഷത്തോടെ ഒരു കാര്യം വീണ്ടും പരിചയപ്പെടുത്തട്ടെ. 60 വയസ്സിന് മുകളിലുള്ള അനേകം പേർക്ക് ജീവിതം തിരിച്ചു പിടിക്കാൻ, കൃപയിൽ ഉറപ്പിക്കാൻ അഭിഷേകം നൽകിയ ധ്യാനമാണ് ചങ്ങനാശ്ശേരി സിയോൺ ധ്യാന കേന്ദ്രത്തിലെ ഗ്രേസ്ഫുൾ സീനിയർ സിറ്റിസൺസ് ധ്യാനം. ഇനി ആ ധ്യാനം വരുന്നത് സെപ്റ്റംബറിൽ 8, 9, 10, 11 തീയതികളിലാണ്. പരിശുദ്ധ അമ്മയോടൊപ്പം ഈ മാസം വീണ്ടും ജീവിതത്തെ ശക്തിപ്പെടുത്താനും വചനത്താൽ നിറയ്ക്കാനും ദൈവം ഒരുക്കുന്ന അപൂർവ അവസരമാണ്. കേരളത്തിൽ ഇതുപോലെ അവസരം മറ്റൊരിടത്തില്ല. 60 വയസ്സിന് മുകളിലുള്ളവർക്ക് വന്ന് ഒരുമിച്ച് വസിച്ച് സന്തോഷിച്ച് പ്രാർത്ഥിച്ച് പങ്കുവെച്ച് ശക്തിപ്പെട്ടു പോകാൻ ദൈവം ഒരുക്കുന്ന ധ്യാനം. ഈ മഹനീയ അവസരം മക്കൾ അപ്പനും അമ്മയ്ക്കും കൊടുക്കാവുന്ന ഏറ്റവും സമ്മോഹനമായ സമ്മാനമാണ്. അങ്ങനെ അനേകം മക്കൾ പറഞ്ഞിട്ട് കേരളത്തിനകത്തും പുറത്തുനിന്നുമായി ഏകദേശം 1000ഓളം മക്കൾ കഴിഞ്ഞ 13 ധ്യാനങ്ങളിലൂടെ കടന്നുപോയി. ഈ സുവർണ അവസരം മാതാപിതാക്കന്മാർക്ക് കൊടുക്കാവുന്ന ഏറ്റവും പരമമായ സമ്മാനം. അവർക്ക് വേണ്ടി എല്ലാം ഒരുക്കിയിരിക്കുന്ന, എല്ലാ വിധത്തിലും അവർക്ക് വേണ്ടി മാത്രം സജ്ജീകരിക്കപ്പെട്ടിരിക്കുന്ന ഈ ധ്യാനം നഷ്ടപ്പെടാതിരിക്കാൻ നോക്കണം. വിളിച്ച് ബുക്ക് ചെയ്യണം. കാരണം താമസ സൗകര്യം ഒരുക്കി പ്രാർത്ഥിച്ച് ഞങ്ങൾക്കും നിങ്ങൾക്ക് വേണ്ടി ഒരുങ്ങാനാണ്. ആമേൻ.